ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിസ്രി ടെസ്റ്റ് ആൻഡ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിടിലൻ നട്ടി ബബിൾ കേക്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടും പിന്നെ കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും നമ്മൾ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്താൽ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാൻ ഇപ്പോൾ കാഷ്യൂനട്ടും പിന്നെ പിസ്തയും ബദാമും കുറച്ച് ചോക്ലേറ്റും ചോക്കോ ചിപ്സും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ആട്ടോ ടോട്ടലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതൊന്ന് കുറച്ച് ബബിൾസൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഹാൻഡ് വിസ്കോ ഫോർക്കോ വല്ലതുമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ബബിളൊക്കെ ഒന്ന് ഫോം ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് എഗ് വൈറ്റും എഗ് യോക്കും ഒരുമിച്ചിട്ട് നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കാനും പറ്റും. ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്താൽ. അതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നമുക്കിത് നല്ല ഫ്ലഫി ആവുന്നത് വരെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റിയിട്ടുണ്ട് 1/2 കപ്പിൽ നിന്ന്. അത് നമുക്ക് എഗ് യോക്കിൽ വെച്ച് ബീറ്റ് ചെയ്യാനാട്ടോ. അപ്പോൾ ഇതാ എഗ് വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രം കമിഴ്ത്തി വെച്ചാൽ പോലും അത് വീഴരുത്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ 2 എഗ് യോക്കും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, റീഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി, കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് യോജിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദയാണ്. അതിൽ നിന്ന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 നുള്ളു ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിരുന്നല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ അത് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ വാനില പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വാനില എസൻസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലെ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുക. 1 ടീസ്പൂൺ വാനില പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക നമ്മൾ ആദ്യമേ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു എഗ് വൈറ്റ് കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് അത് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പം അത് ഞാനിപ്പോൾ ബേക്കാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 35 മുതൽ 45 മിനിറ്റ് വരെയാണ് കേട്ടോ അതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ടൈമിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക 1 മിനിറ്റ് 2 മിനിറ്റോളമൊക്കെ. എന്നിട്ട് നമുക്കിത് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് മീഡിയം സ്പീഡ് വരെ എത്തിച്ച് ബീറ്റ് ചെയ്ത് പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റുക. അപ്പം നല്ല തണുപ്പുള്ള ക്രീം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും നമ്മുടെ ക്രീം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഇത് നല്ല തിക്കായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് ക്രീമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് എടുത്തു എനിക്കിത് ബേക്കാവാനായിട്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിതങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുത്ത് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡ് ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ എനിക്ക് സാധാ ഷുഗർ സിറപ്പിനേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിറപ്പാണ്.
അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ലെയറും എടുത്തൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അതെടുത്ത് നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതാ ഞാൻ കുറച്ച് നട്ട്സും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇല്ലേ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കുറച്ച് ബബിൾസും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ട്രെയിനറിൽ കൂടെ നമുക്ക് കുറച്ച് ബൂസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് തട്ടി കൊടുക്കുക. സ്ട്രെയിനർ ഇല്ലാണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് കുറച്ച് കൂടുതൽ ബൂസ്റ്റും കുറച്ച് കുറവ് ചില സ്ഥലത്തും അങ്ങനെയൊക്കെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.